മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ കോവൽ, ഇതുപോലെ കോവലിൻ്റെ വള്ളി ആണ് നമ്മൾ കോവലിൻ്റെ വള്ളി നട്ട് അപ്പോൾ ഒരു 15 ദിവസമായപ്പോഴത്തേന് അത് കിളിച്ച് അതിന് പരിചരണം കൊടുക്കേണ്ട, അതായത് വളമിടേണ്ട സമയമായി. നടുന്ന ഉടനെ ഒരു വളവും ചെയ്യാതാണ് നമ്മൾ നട്ടത്. ഇപ്പോൾ ഇത് കിളിച്ച് വള്ളിയായി. ഇനി ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇത് പടർത്തണം. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടേ വീണ്ടും ഒരു 30 ദിവസം, അപ്പോൾ 30, 15, 45 ദിവസം ആവുന്നുണ്ടേ ഇതിൽ നിന്നും കോവയ്ക്ക നമുക്ക് കിട്ടും. അപ്പം മണ്ണിൽ കോവൽ നടുന്നുണ്ടേ 2 വള്ളി വേണം നമ്മൾ നട്ടു കൊടുക്കാൻ മണ്ണിൽ. എന്നാൽ ചാക്കിലൊക്കെ ആവുന്നുണ്ടേ 2 വള്ളി നട്ടിട്ട് ആരോഗ്യമുള്ള ഒരു വള്ളി നിർത്തിയിട്ട് കിളിച്ച് വരുന്നുണ്ടേ നല്ല ആരോഗ്യത്തോടെ കിളിക്കുന്ന ഒന്ന് നിർത്തിയിട്ട് മറ്റേത് നീക്കം ചെയ്ത് കളയണം. ഇവിടെ ഇപ്പോൾ 2 വള്ളിയാണ് നട്ടത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ട് ഒരു കമ്പ് കുത്തിക്കൊള്ളണം. ഇപ്പോഴും നമ്മൾ പടർത്തേണ്ട കാര്യമില്ല, പന്തലൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം ഒരു കോവലേ ഉള്ളൂ, ഒരു കോവലിന് പന്തലിടേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഇതേപോലെ ഒരു കമ്പ് നമ്മൾ നട്ടു കൊടുത്തു. അപ്പം കമ്പ് നാട്ടുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ കമ്പയിലെ ഇതേപോലെയുള്ള ചെറു ശിഖരങ്ങളുണ്ടായിരിക്കണം. ചെറു ശിഖരങ്ങളുള്ള കമ്പ് വേണം നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുക, നല്ലോണം ഉറപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് പടർന്നുള്ള വിധങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. ഇത് എന്തായാലും ചെറിയ രീതിയിൽ കായ്ഫലമാവുന്നതും വരെ ഇതേ തന്നെ നിൽക്കും. നിന്നെങ്കിലേ പറ്റൂ. അതിനുശേഷം ഇങ്ങനെ നമുക്ക് റൗണ്ടിൽ വൃത്താകൃതിയിൽ തന്നെ ഇത് പടർത്തി ഒരാൾ ഉയരത്തിൽ പടർത്തി അതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിന് വളം ഇടുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നിറച്ച് കായുണ്ടാക്കി കിടക്കുന്ന അല്ല നമ്മൾ കാണിക്കുന്നത്. ഒരു ചെറിയ കോവൽ കാണിക്കുക, അതിനുശേഷം എവിടുന്നോ നിറയെ കായുണ്ടാക്കി കിടക്കുന്ന ഒരു കോവൽ കാണിക്കുക. അതല്ല, ഈ ഒരു വള്ളി നട്ട് ഇതിന് വളം ചെയ്ത് ഇതിൻ്റെ രീതികൾ, ഇതിൽ എങ്ങനെ കായ്ഫലം കാണുന്നു അതിൻ്റെ അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൃഷിയെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചമരുന്നുകളെപ്പറ്റിയൊക്കെയുള്ള അറിവ് ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാവർക്കും താല്പര്യമുണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള ഒരു ബെല്ലൈക്കൻ അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴേ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൃഷിയെപ്പറ്റിയും പച്ചമരുന്നിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും കൃഷി രീതികളും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. അപ്പം നമ്മൾ ഈ കോവലിന് ഇങ്ങനെ കെട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വള്ളി ഇതേലോട്ടൊന്ന് കയറ്റി വിടുക. നീളമുള്ള വള്ളികൾ ഇതേലോട്ടൊന്ന് കയറ്റി വിടുക എന്നുള്ളതാണ്. അതിങ്ങനെ ഒന്ന് കയറ്റി വിടുക. അതിനാണ് ഞാൻ പറഞ്ഞത് ഇതേപോലുള്ള സാധനം നിങ്ങൾ കളയരുതെന്ന് പറഞ്ഞു. ഇനി ഇതങ്ങ് പടർന്നോളൂ. ഇതങ്ങ് പടർന്നോളൂ. വളരെ ലളിതമായിട്ട് രീതിയിൽ നമുക്ക് കോവൽ വളർത്തിയിടാം. കോവലൊരു ഔഷധം കൂടിയാണ്, പച്ചക്കറിയാണ്, ഔഷധം. ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്കിത് കഴിക്കാനുള്ള രോഗങ്ങൾ മാറും. അത് സംബന്ധിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. കായ്ഫലമാവുന്നുണ്ട് ഇതിൻ്റെ തുടർ വീഡിയോ നമുക്കിടാം. അന്നേരം നമുക്ക് ഇത് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് ഇതിൻ്റെ ചുവട് ചെറുതായിട്ട് നമ്മളൊന്ന് മണ്ണിളക്കി കൊടുത്തു ചെറിയ രീതിയിൽ. ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. അത് കലക്കി നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ ഇലകളിലും തളിക്കണം. സൂഡോമോണസ് 1 സ്പൂൺ മതി, ഒറ്റ സ്പൂൺ സൂഡോമോണസാണ് നമ്മൾ
തളിക്കാനിരിക്കുന്നത്. ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. കോവൽ ആർക്കും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സസ്യമാണ്. പച്ചവെള്ളത്തിനകത്താണ് ഈ സൂഡോമോണസ് കലക്കുന്നത്. കഞ്ഞിവെള്ളം വേണ്ട. കഞ്ഞിവെള്ളം പച്ചക്കറികൾക്ക് തളിക്കാം, പക്ഷേ എന്തെങ്കിലും രോഗകീടബാധകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ തളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചുവട്ടിലും ഇലകളിലുമാണ് തളിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പോസ്റ്റ് വളമുണ്ട്. ഇത് കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളം അല്പം അകലെ, തണ്ടലങ്ങ് മുട്ടാത്ത രീതിയിൽ അല്പം അകലെ കൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് വളം എല്ലാ കൃഷികൾക്കും ഉത്തമമാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എല്ലുപൊടിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കൃഷിക്കായാലും നിയന്ത്രിത അളവിൽ മാത്രമേ വളങ്ങൾ ഇട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ അത് അമിതമായ വളർച്ച ഉണ്ടാവുകയും കായ്ഫലം കുറയുകയും അങ്ങനെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടാവും. അമിതമായ ഭക്ഷണം മനുഷ്യർക്ക് പോലും ആപത്താണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അമിതമായ വളപ്രയോഗം ഏതൊരു സസ്യത്തെയും രോഗത്തിനടിമയാക്കും, കായ്ഫലം കുറയും, അതിൻ്റെ ശിഖരങ്ങളൊക്കെ കൂടും. അതുകൊണ്ട് നിയന്ത്രിതമായ ഒരു 50 ഗ്രാം വളത്തിൽ കൂടുതൽ ഒരു കാരണവശാലും എല്ലുപൊടിയും ഒന്നും ഉപയോഗിക്കരുത്. കമ്പോസ്റ്റ് വളം മാത്രം 1 കിലോ വരെ ആവാം. പിന്നീട് കായ്ഫലം തരുന്ന സമയത്ത് കായ്കൾ പറിച്ചെടുക്കുന്നതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ വളം ചെയ്യുന്നത്. ആ വളം ചെയ്യുന്നത് തന്നെ ഒരു മാസത്തിൽ ഒരു തവണ നമ്മൾ വളം ചെയ്താൽ മതി. കാരണം നമ്മൾ ജൈവ കൃഷി പ്രോത്സാഹനമായതുകൊണ്ട് ജൈവവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലുപൊടി, പിണ്ണാക്ക് വളങ്ങൾ, അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളങ്ങൾ, അതുപോലെ തന്നെ പച്ചില വളങ്ങൾ, ഇതെല്ലാം മണ്ണിൽ ദീർഘകാലം നിലനിന്ന് ഈ സസ്യങ്ങൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് അമിതമായ വളപ്രയോഗത്തിന് ആവശ്യമില്ല. എന്നാൽ രാസവളമാണെങ്കിൽ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ഇട്ടുകൊടുത്തില്ലെങ്കിൽ ആ ചെടി നശിച്ചു പോവുകയും ചെയ്യും. നമ്മൾ ജൈവവളത്തിൻ്റെ കൃഷിയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്കായാലും പഴത്തിനായാലും സ്വാദും അതുപോലെ തന്നെ അതിൻ്റെ ഗുണമേന്മയും കൂടണമെങ്കിൽ നമുക്ക് ആവശ്യമായ പോഷകാംശങ്ങൾ മുഴുവൻ അത് ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായിട്ടും ജൈവ കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയായിരിക്കണം. അപ്പോൾ 1 മൂട് കോവൽ മതി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്ക ഉൽപ്പാദിപ്പിക്കാനും. കോവയ്ക്ക നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ഒട്ടനവധി രോഗങ്ങൾ ഒക്കെ മാറാനുള്ളതാണ്, പ്രധാനപ്പെട്ട പ്രമേഹമാണ്. അപ്പോൾ ഇതിൻ്റെ ആദായം എടുക്കുന്ന ഘട്ടത്തിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്കേ ഉള്ളൂ. 50 ഗ്രാം ഇപ്പോൾ തന്നെ 50 ഗ്രാം വീതം ആകുമ്പോൾ തന്നെ നല്ലൊരു ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇടാൻ പോകുന്നത് കടലപ്പിണ്ണാക്കാണ്. അപ്പോൾ കടലപ്പിണ്ണാക്ക് നമുക്കറിയാം, ഇതിൻ്റെ ഇലകൾക്ക് നല്ല കറുപ്പ് ലഭിക്കാനും പെട്ടെന്ന് കായ്ഫലം ലഭിക്കാനുമാണ് കടലപ്പിണ്ണാക്ക്. അപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്ക് എപ്പോൾ ഇട്ടാലും വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഉറുമ്പ് കയറി ഒന്ന് ശല്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കടലപ്പിണ്ണാക്ക് എപ്പോൾ ഇട്ടാലും വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പം ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് തടം നല്ല വൃത്താകൃതിയിൽ ഒരു തടം ശരിയാക്കുക എന്നുള്ളതാണ്. തടം ശരിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ വളത്തിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ മണ്ണ് വീഴേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിന് വളമിട്ടു, വളത്തിൻ്റെ മേളിൽ മണ്ണ് വീഴത്തക്ക രീതിയിൽ മണ്ണിട്ടു. ഈ തടം റൗണ്ടിൽ നമ്മൾ ഒരു തടം ശരിയാക്കി. അത് റൗണ്ടിൽ തടമിട്ടത് മഴയൊക്കെ പെയ്ത് നമ്മളിട്ട വളം ഒരു കാരണവശാലും വളം മണ്ണിൽ നിന്ന്, അതായത് ഇതിൻ്റെ ചുവട്ടിൽ നിന്നും മാറിപ്പോകരുത്, വെള്ളം ഒലിച്ചുകൊണ്ട് പോകരുത്. അതിനാണ് നമ്മൾ ഈ തടം എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നിടുന്ന എല്ലാ വളങ്ങളും നമുക്ക് മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുത്താൽ മതി. അതിനാണ് നമ്മൾ ഇതിപ്പം ശരിയാക്കിയത്. അപ്പോൾ ഈ തടത്തിൽ കൊച്ചു കൊച്ചു കല്ലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഇളഞ്ഞു കളയണം. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ അത് എളുപ്പത്തിൽ മണ്ണിൽ ലയിക്കാനും വേരുകൾക്ക് ഒരു പ്രയാസമില്ലാതെ അത് വലിച്ചെടുക്കാനും കല്ലുകൾ ഒരു തടസ്സമാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കല്ലുകൾ നീക്കം ചെയ്യുന്നത്.
ഇനി നമുക്ക് ചെയ്യാൻ മറ്റൊരു സംഗതിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ചീമക്കൊന്നയുടെ ഇല കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലായനി വളമാണ്. പ്രധാനമായി ഇതിൻ്റെ ചേരുവ ചീമക്കൊന്നയാണ്. എല്ലാ പച്ചക്കറി കൃഷികൾക്കും ഏറ്റവും നല്ല ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി വളത്തിൻ്റെ ലഭ്യതക്കുറവ്, അതായത് വിലക്കൂടുതലും കൂലി നിരന്തരമായ വർധനവുമാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ഇതേപോലെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ വില കൊടുക്കാതെ വാങ്ങിക്കാം, വില മുടക്കില്ലാതെ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കാം. ഒപ്പം മായം കലരാത്ത, വിഷവസ്തുക്കൾ ചേരാത്ത സ്വാദിഷ്ടമായ പോഷകസമ്പൂർണമായ ഭക്ഷണം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അല്പം സ്നേഹവും താല്പര്യവും ഒക്കെ ഇതിനോടൊക്കെ ഉണ്ടെങ്കിൽ ദിവസം 1 മണിക്കൂർ ചിലവഴിക്കാമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു 70% ഭക്ഷ്യവസ്തുക്കളും നമുക്കുണ്ടാക്കാം. ബാക്കി 30% നമുക്കിവിടെ ഒക്കാത്തതാണ്. അത് നമുക്ക് വില കൊടുത്ത് മേടിക്കാം. അപ്പോൾ സാധനത്തിന് വില കൂടുന്നു എന്ന പരാതി മാറും. അതുപോലെ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നു എന്നുള്ള പരാതി ഉണ്ടെങ്കിലും പരിഹാരമില്ല എന്നുള്ള വിഷമം മാറുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ചീമക്കൊന്നയുടെ ഈ ദ്രാവക വളം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നമുക്കൊരു പണച്ചെലവുമില്ല. ഇത് കായ്ഫലമായി കഴിഞ്ഞാൽ ഓരോ 5 ദിവസം കൂടുമ്പോഴും ഇതൊഴിച്ചാൽ മതി. ഇതിനൊഴിക്കുന്ന പ്രത്യേകതയുണ്ട്. 1 കപ്പ് ലായനി നമ്മളെടുത്താൽ അതിനകത്ത് ഒരു 3 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കണം. ഇളക്കി ഇങ്ങനെ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സൂഡാമോണസ് ചേർത്തത് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് വേണ്ടി വലിച്ചെടുക്കാനാണ്, ലവണങ്ങളും വളങ്ങളും ഒക്കെ. നമ്മുടെ പണി തീർന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ഈ വളങ്ങൾ വളരെ ക്രമേണ ലയിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചില വളം നമുക്ക് ഇട്ട് കൊടുക്കണം. അത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിന് പച്ചിലവളം ഇട്ട് കഴിഞ്ഞു. ഇവിടെ ഇട്ടിരിക്കുന്ന പച്ചിലവളം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, ഓമയുടെ തോലാണ്. എല്ലാത്തരം പച്ചില വളങ്ങളിലെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഓമയുടെ തോല്. പ്രത്യേകിച്ചും പച്ചക്കറിക്ക് ഓമയുടെ തോല് ഇടാമെങ്കിൽ രോഗപ്രതിരോധ ശേഷി, അതായത് ഈ സസ്യത്തിൻ്റെ കീടാണുക്കളോ അതുപോലെ തന്നെ മുഞ്ഞ പോലെയുള്ള പ്രാണികളോ ഒന്നും പെട്ടെന്ന് ചാടി കയറി വരത്തില്ല. പക്ഷേ എല്ലായിടവും ഓമത്തോല് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് തോലായാലും മതി. ഇവിടെ ഇപ്പം ഓമയുടെ തോലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ കോവൽ ഒരു ദീർഘകാല വിളയാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 വർഷം വരെ ഒരു മൂട് കോവൽ നമുക്ക് ആദായം തരും, നമുക്കതിൻ്റെ കായ്ഫലം തരും. ഓരോ വർഷവും ഇത് മുറിച്ച് അതിന് ശിഖരം മേളിൽ വെച്ചൊന്ന് മുറിച്ച് കളഞ്ഞാൽ വളരെ ശക്തമായി അത് കിളിച്ച് വീണ്ടും വന്ന് അത് കായ്ഫലം തരും. പിന്നെ ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് കായ്ഫലം തരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊന്ന്, ഇത് വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ടാണ് ഈ കോവൽ. വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട കാട്ടുകോവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകൊണ്ടിരിക്കും ഇലയും കായ്കളും ഒക്കെ. പക്ഷേ കായ്കൾക്ക് ചെറിയ ഒരു വര കാണും, അതിന് നല്ല കയ്പ്പായിരിക്കും. ഔഷധ ഗുണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞനുസരിച്ച് ഇതിനേക്കാൾ കൂടുതൽ ഔഷധമുള്ളത് കാട്ടുകോവലാണ്. കാട്ടുകോവലിൻ്റെ മറ്റൊരു വീഡിയോ നമുക്ക് ഇടാം. എന്തായാലും കൊള്ളാം. ഇതാണ് കേരളത്തിൽ വ്യാപകമായിട്ട് നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഇത് വളർത്താം.
ഒരു 4 കമ്പ് മാത്രം വെച്ചുകൊണ്ട് വൃത്താകൃതിയിൽ തന്നെ നമുക്ക് ഒരാൾ ഉയരത്തിൽ ഇത് പടർത്തി ശരിക്കും നമുക്ക് ആദായം എടുക്കാൻ പറ്റുന്ന മാർഗ്ഗമാണ്. ഇലഞ്ഞൂർ ബ്ലോഗ് ഇവിടെ കാണിച്ചു തരുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അല്ലാതെ കായ്ച്ചു കിടക്കുന്നതല്ല. ഇതിപ്പം നട്ട് അതിൻ്റെ വള്ളി അങ്ങോട്ടായതേ ഉള്ളൂ. ഇത് മികച്ച വിളവ് തരാൻ ചെയ്യേണ്ട പരിചരണ രീതികളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്യാം. കാരണം ഈ കോഴികൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അഴുകുന്നുണ്ടേ, ഇത് നശിപ്പിക്കാനുള്ള ചതയുന്നുണ്ടേ തോലുകളും പോവും. ഒപ്പം നമ്മളിട്ട എല്ലുപൊടി പോലുള്ള വളങ്ങൾ, ഈ വളങ്ങളും ഇത് തിന്നാനുള്ള സാധ്യതയുണ്ട്. എല്ലുപൊടി കോഴി തിന്നാം. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോഴി ചിതഞ്ഞ് കളയാതെ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഓമയുടെ തണ്ടാണ്. ഓമയുടെ തണ്ട് കുറേ കാലം ഇരിക്കും. അത് കഴിഞ്ഞ് താനേ അഴുകും. അടുത്ത വളമാകുമ്പോഴത്തേന് ഇതങ്ങ് അഴുകിപ്പോവും. നമുക്ക് അന്നേരം വേറൊരെണ്ണം ചേർക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.